നമുക്കിനി മൊഡ്യൂൾ 3 നോക്കാം. മൊഡ്യൂൾ 3ൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കാം, ലൈക്ക് എന്തൊക്കെ ടൈപ്പ് സപ്പോർട്ട്സ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ലോഡ്സ് ഉണ്ട് എന്നൊക്കെ. അപ്പം നമുക്കറിയാം ടൈപ്സ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് വെർട്ടിക്കൽ ഫോഴ്സസ് റിയാക്ഷൻ അപ്വേർഡ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സപ്പോർട്ടിനാണ് സിമ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫിക്സ്ഡ് സപ്പോർട്ട്, അത് ഭയങ്കര റിജിഡ്ലി സപ്പോർട്ടഡ് ആണ്. അത് ഭയങ്കര റിജിഡ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് ഇവിടെ രണ്ട് റിയാക്ഷൻ ഒരു മൊമെന്റ് ഒക്കെ വരും. പിന്നെ ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്, അത് നമ്മുടെ ഡോറ് പോലെയൊക്കെ, ലൈക്ക് ബീം ഇസ് പ്ലേസ്ഡ് ഓൺ എ ഹിഞ്ച് സോ ദാറ്റ് ദ ബീം ക്യാൻ റൊട്ടേറ്റ്, ഇച്ച് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും റിയാക്ഷൻ ഉണ്ടാവും. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ റോളർ തിങ് ആണ്. നിങ്ങൾക്ക് ഇത് ആക്ച്വലി നെയിംഡ് സപ്പോർട്ട്സും ചിലപ്പോൾ ഫിഗറും വരയ്ക്കാനൊക്കെ ചോദിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും ചോദിക്കത്തില്ല. അപ്പം ഇത് റോളർ സപ്പോർട്ട്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് നമ്മൾ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റോളർ സപ്പോർട്ടിൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, ഒരു സൈഡ് മാത്രമേ അത് മൂവ് ചെയ്യാൻ സമ്മതിക്കൂ, മൂവ്മെൻറ്റ് അക്രോസ് വൺ ഇതേ സമ്മതിക്കത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് പിന്നെ ടൈപ്പ് ഓഫ് ബീംസ് കാൻഡിലിവർ ബീംസ് ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, ഓവർ ഹാങ്ങിങ്. കാൻഡിലിവർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഫിക്സ്ഡ് മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് വരും. സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ട് സൈഡും നമുക്ക് രണ്ട് സപ്പോർട്ട്സ് ഉള്ളതാണ്. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ട് ഒരു എക്സ്റ്റൻഷൻ വേർഷൻ ആണ്. എന്ന് പറയുമ്പോൾ സൈഡിൽ ഒരു കാൻഡിലിവർ പോലെ ഒരു ഫ്രീ എൻഡും കൂടെ ഉണ്ട്. അത് രണ്ട് സൈഡിലും വരാം, ഇങ്ങനെയും വരാം. പിന്നെ ഫിക്സഡ് ബീം, രണ്ട് സൈഡും ഫിക്സഡ് ആയിട്ടുള്ളത്. പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് തന്നെ ഒരു സ്പാൻ അല്ലേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ സ്പാൻ വരുന്നതാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് സിമ്പിൾ സപ്പോർട്ടഡ് ആണത്, പക്ഷെ 2-3 സ്പാൻസ് വരും. ഇതാണ് ടൈപ്പ് ഓഫ് ബീംസ്. ഇനി ടൈപ്പ് ഓഫ് ലോഡ്. പോയിന്റ് ലോഡ് ഉണ്ട്, എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്, അതിനാണ് പോയിന്റ് ലോഡ്. ത്രൂ ഔട്ട് ദ ബീം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോഡാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. പിന്നെ യൂണിഫോംലി വേരിയിങ് ലോഡ് ഉണ്ട്, എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ബീം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷെ അത് യൂണിഫോം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ചില സ്ഥലത്ത് കൂടുതലും ചില സ്ഥലത്ത് കുറവുമാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ അകത്താണ് ട്രയാങ്കുലർ ലോഡും ട്രപ്പിസോയിഡൽ ലോഡും വരുന്നത്. ലൈക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രയാങ്കുലർ രീതിയിലാണെങ്കിൽ അത് ട്രയാങ്കുലർ ലോഡ്, അതൊരു ട്രപ്പിസോയിഡിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അത് ട്രപ്പിസോയിഡൽ ലോഡ്. ഇനി എന്താ ഇത് പിന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ലോഡ് കൊടുക്കുമ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ലേ, അപ്പോൾ സപ്പോർട്ട് തിരിച്ച് ആ ബീമിന് ഒരു ലോഡ് കൊടുക്കും, അപ്പോഴാണല്ലോ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ലോഡിനെയാണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ലൈക്ക് ഈ കേസിൽ കറക്റ്റ് നടുക്കാണ് 10 kN ആക്ട് ചെയ്യുന്നത്, ഇത് സിമെട്രിക്കലാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കറക്റ്റ് ഹാഫ് ആയിട്ടാണ് സപ്പോർട്ടിൽ പോകുന്നത്. RA എന്ന് പറഞ്ഞാൽ 5ഉം RB എന്ന് പറഞ്ഞാൽ 5ഉം വരും. പക്ഷെ ഈ ഒരു കേസ് കണ്ടോ, ഇവിടെ കറക്റ്റ് സിമെട്രിക്കൽ ആയിട്ടല്ല നീങ്ങുന്നത്, സൈഡിലോട്ടാണ് പോയേക്കുന്നത്. അപ്പം എന്താണ് ഇത് കറക്റ്റ് ഈക്വൽ ആയിട്ട് വരത്തില്ല. ഇതിൻ്റെ അടുത്തായതുകൊണ്ട് ഇതിൽ എന്തായാലും കുറച്ചും കൂടെ ലോഡിൻ്റെ ആവശ്യം വരും. അപ്പം നമ്മളത് മൊമെന്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ലൈക്ക് RA + RB = 10. എന്നിട്ട് മൊമെന്റ് അബൌട്ട് B അല്ലെങ്കിൽ A എടുക്കുക. മൊമെന്റ് അബൌട്ട് B എടുത്താൽ RA × 4 - 10 × 3 അല്ലേ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എനിക്ക് RA കിട്ടും, പിന്നെ അതിൽ നിന്ന് എനിക്ക് RB കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 8 kN, 10 kN, 12 kN എല്ലാം 1 മീറ്റർ മാറി മാറിയാണ്. ഞാൻ RA RBയും കണ്ടുപിടിക്കണമെങ്കിൽ RA + RB എന്താണ്, ഈ ടോട്ടൽ ഇത് 8 + 10 + 12 which is 30 kN. ഇനി മൊമെന്റ് 0 ആണ്. മൊമെന്റ് ഏത് ഇതിൽ നിന്നും എനിക്ക് 0 എടുക്കാം. ഞാൻ മൊമെന്റ് അബൌട്ട് A 0 എടുത്തു. അപ്പം A എന്നുള്ള മൊമെന്റ് നോക്കിയാൽ ഈ 8 kN കാരണം ഇങ്ങോട്ടൊരു മൊമെന്റ് ഉണ്ട് അല്ലേ. അപ്പം അതെത്രയാണ് 1 × 8. അതുപോലെ തന്നെ 10 × 2, കാരണം 10 വരെ എത്ര ഡിസ്റ്റൻസ് ആണ്, 2 മീറ്റർ. പിന്നെ പ്ലസ് എന്താണ് 12 × 3. ഇത് പ്ലസ് ഓർ മൈനസോ നമുക്ക് എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുക്കണം. ലൈക്ക് ഞാൻ ഈ മുകളിലുള്ള ലോഡിനെ അല്ല, ഇപ്പം ഞാൻ ക്ലോക്ക് വൈസിനെയാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. അപ്പോൾ നെക്സ്റ്റ് 12 × 3. അത് കഴിഞ്ഞാൽ പിന്നെ RB × 4, അത് പക്ഷേ മൈനസ് ആണ്, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്.
അപ്പോൾ മൈനസ് ആർ ബി ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ആർ ബി കിട്ടും. ആർ ബി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടിട്ടാൽ ആർ എയും കിട്ടും. അപ്പം ഇങ്ങനെയാണ് റിയാക്ഷൻ സപ്പോർട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും മിക്കവാറും റിയാക്ഷൻ സപ്പോർട്ട്സ് കണ്ടുപിടിക്കേണ്ടി വരും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫോർ ഫോഴ്സ്. ആ ഓരോ ബീമിലും എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ബീം എന്താണ് മൊമെന്റ് മാറും. കാരണം നമുക്ക് മൊമെന്റിന്റെ ഇക്വേഷൻ അറിയാം, ലോഡ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ് ആണെന്ന് അല്ലേ. ലോഡ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ് ആവുമ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ് വേരി ചെയ്തതനുസരിച്ച് ത്രൂ ഔട്ട് മൊമെന്റ് മാറും. അപ്പൊ ആ ഒരു വേരിയേഷൻ നമ്മളൊരു ഗ്രാഫിക്കൽ ഇതിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം സൈൻ കൺവെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, മുകളിലോട്ടുള്ളത് ക്ലോക്ക് വൈസ് പോസിറ്റീവ്, താഴോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ബെൻഡിങ് മൊമെന്റ് സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഫിഗർ ഇതേ ഒന്നും കൂടി ബ്ലൂവിലൊന്ന് വരച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ക്ലിയർ ആവാൻ. അതിൻ്റെ അകത്ത് കുറേ സെക്ഷൻസ് ഉള്ളതുകൊണ്ട് എ ടു ബി ഒരു ബീമിൻ്റെ 10 കിലോ ന്യൂട്ടൺ ആണ് കറക്റ്റ് നടുക്കാണ് ആക്ട് ചെയ്യുന്നത്. ആ ആക്ട് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ സി എന്ന് വിളിച്ചു. അപ്പോൾ ആർ എ ആർ ബി ആണ് റിയാക്ഷൻസ്. കറക്റ്റ് നടുക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ആസിമെട്രിക്കൽ ആൻഡ് ആർ എ 5 കിലോ ന്യൂട്ടൺ, ആർ ബി 5 കിലോ ന്യൂട്ടൺ. അപ്പം ഞാൻ ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് പറയാൻ പോകുന്നത്. നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് സൈഡിൽ എഴുതി കാണിക്കണം എന്നൊന്നുമില്ല. ഡയഗ്രത്തിൽ തന്നെ വാല്യൂസ് എഴുതിയിരുന്നാലും മതി. സൈഡിൽ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആർ എ ആർ ബിയും വരെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഡയഗ്രത്തിനാണ് മാർക്ക്. അപ്പം ഞാൻ എങ്ങനെയെന്ന് പറയാം. ഞാൻ എ ഒരറ്റത്തുനിന്ന് എന്ന് തുടങ്ങി. എന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ആർ എ എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ. അപ്പോൾ എയിൽ മേളിലോട്ട് 5 കിലോ ന്യൂട്ടൺ. അപ്പം മേളിലോട്ടുള്ള ലോഡ് ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്താണ് മേളിലോട്ട് ഞാനൊരു 5 കിലോ ന്യൂട്ടൺ വരച്ചു. ഫ്രം എ ടു ഈ 10 കിലോ ന്യൂട്ടൺ വരെ വേറെ ഒരു ലോഡും ആക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 5 കിലോ ന്യൂട്ടൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. ഇവിടം വരെ എത്തി. ഇവിടെ എത്തിയപ്പോൾ എന്താണ് ഒരു 10 കിലോ ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഞാനൊരു പ്രൊസീജിയർ പറയുന്നത്, അപ്പം തന്നെ കാൽക്കുലേറ്റർ എടുക്കുക. ഈ 5ന് എന്ത് ചെയ്യുക, 10 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് -5 കിട്ടും. അപ്പം എന്താണ് അത് -5 താഴോട്ട് വരയ്ക്കുക. -5 താഴോട്ട് വരച്ചു. ഇനി ഞാൻ നോക്കിയപ്പം ഇത് തൊട്ട് ബി വരെ വേറെ ഒരു ലോഡും ഈ ബീമിൽ ആക്ട് ചെയ്യുന്നില്ല. അപ്പം -5 ബി വരെ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആർ ബിയിൽ എത്തിയപ്പോൾ ഒരു +5 മുകളിലോട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ -5ന്ന് ഒരു +5 മുകളിലോട്ട് പോയി. ഇങ്ങനെ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ലാസ്റ്റ് വരച്ച് 0യിൽ വന്ന് നിൽക്കണം. അങ്ങനെ നിന്ന് എൻ്റെ അർത്ഥം എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണ്, എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എനിക്ക് കറക്റ്റായി കിട്ടി. ഒരു 0.1 0.2ൻ്റെ വ്യത്യാസമൊക്കെ വരാം, അല്ലാതെ വലിയ വേരിയേഷൻ ഒന്നും വരരുത്. അങ്ങനെ വന്നാൽ എവിടെയോ തെറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇനി അപ്പം ഈ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആക്സിസിന്റെ മുകളിലുള്ളതിനെ ഷെയ്ഡ് ചെയ്യുക, താഴെ ഉള്ളത് ഷെയ്ഡ് ചെയ്യുക, മുകളിലുള്ളത് പോസിറ്റീവ് ഇട്ട് കൊടുക്കുക, താഴെയുള്ളത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് നോക്കാം. ബെൻഡിങ് മൊമെന്റ് നോക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സെക്ഷൻസ് വരയ്ക്കണം. അപ്പം ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എക്സ് എ സിയിൽ വരച്ചു. സെക്ഷൻ എക്സ് എ സിയിൽ വരച്ചിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് ലൈക്ക് ഈ ഒരു സൈഡിലോട്ടാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങോട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ ഏതൊക്കെ ലോഡ് കാണും, ഒരു 6 മാത്രമേ ഉള്ളൂ. ഈ സെക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് എന്താണ്, എക്സ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പം എൻ്റെ സെക്ഷനിൽ നിന്നുള്ള മൊമെന്റ് എന്തുവാണ്, ഈ സെക്ഷൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 6 × x. അപ്പം അറ്റ് എയിൽ എന്താണ്, എക്സ് 0 ആണ്. അപ്പം മൊമെന്റ് അറ്റ് എ 0. അറ്റ് സിയിൽ എന്താണ്, എക്സ് 5 ആണ്. അപ്പം മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് 6 × 5 അല്ലേ, 6 × 2 ആണ്. സോറി, സി വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പം 6 × 2 5 × 2 10. ഞാൻ മനസ്സിലായത് എം എ 6 0, എം സി എത്തുമ്പോൾ എന്താണ് M2 ആണ്. അപ്പം എന്താണ് 10 കിലോ ന്യൂട്ടൺ. അതുപോലെ ഞാൻ സി ബി കൺസിഡർ ചെയ്തു. സി ബിൻ്റെ അകത്ത് പോയിട്ടൊരു സെക്ഷൻ വരയ്ക്കണം. അപ്പം ഞാൻ സി ബി എന്നൊരു സെക്ഷൻ വരച്ച എങ്ങനെയാണ്,
എൻ്റെ മൊമെൻറ്റ് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലോട്ടാണ് നോക്കുന്നത്. റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എന്താണ് RA ഇൻറ്റു എക്സ്, ടോട്ടൽ എക്സ് ഡിസ്റ്റൻസ് RA ഇൻറ്റു എക്സും മൈനസ്, കാരണം 10 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, മൈനസ് 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ x-2 അല്ലേ, -10 ഇൻറ്റു x-2. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്, RA ഇൻറ്റു എക്സ് മൈനസ് RC ഇൻറ്റു x-2. അപ്പോൾ എനിക്ക് 5x + 20 കിട്ടി, -5x + 20. MCയിലായിരിക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, ബിയിലോട്ട് പോകുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, 2 വാല്യൂസ് ഓഫ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടോ, മൊമെൻറ്റ് അബൌട്ട് സി എന്ന് ഒരേ പോയിന്റ്സിലെ മൊമെൻറ്റ്സ് എപ്പോഴും സെയിം ആയിട്ട് തന്നെ വരണം. എനിക്ക് CBയിലും MC 10 എന്ന് കിട്ടി, ACയിലും MC 10 എന്ന് കിട്ടി. അപ്പം എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. പിന്നെ സിംപ്ലി സപ്പോണ്ട് അങ്ങ് അറ്റത്ത് 2 എപ്പോഴും 0 ആയിരിക്കും. അപ്പം എന്താണ്, എൻ്റെ എയിലെ മൊമെൻറ്റ് 0, സിയിലെ മൊമെൻറ്റ് 10, ബിയിലെ മൊമെൻറ്റ് 0. അപ്പം എന്താണ്, ഞാനിതെല്ലാം കൂടെ കൂട്ടി വരച്ചാൽ പോരെ. അപ്പം എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി, അതെനിക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നത്. ഇതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ACDEB ഒരു കണ്ടിന്യൂസ് ബീമാണ്, ഇടയിലുള്ള സ്പാൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ലോഡ് എല്ലാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്താ, RAയും RBയും കാൽക്കുലേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്ന്, സെയിം രീതിയിൽ തന്നെ RA RB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. RA RB കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കലാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്, RA എന്ന് പറയുന്നതിൽ എയിൽ നോക്കിയപ്പോൾ 11.7. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ മുകളിലോട്ട് 11.7 വരച്ചു. A to ഈ ഒരു പോയിന്റ് 2 മീറ്ററോളം എന്താണ്, വേറെ ഒരു ലോഡും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി എന്താണ്, പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു 12 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പം ഞാൻ ഈ 11.7 എന്ത് ചെയ്തു, 12 കിലോ ന്യൂട്ടൺ കുറച്ചു. 12 കിലോ ന്യൂട്ടൺ കുറയ്ക്കുമ്പോൾ അറൗണ്ട് ഒരു 0.3 വരണം. ഇവിടെ കാൽക്കുലേഷൻ ഇവിടെ മുകളിൽ ചെയ്തിട്ടുണ്ട്, ഇത് നോക്കിയാലും മതി. ഇതിലെ ഫിഗറിൽ അവർ ആ വാല്യൂ എഴുതിയിട്ടില്ല. ബട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്ത് പോയാൽ മതി. നമ്മൾ കുറയ്ക്കാൻ ജസ്റ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആഡ് ചെയ്യുക, താഴോട്ടാണ് ലോഡ് പോവുകയാണെങ്കിൽ കുറയ്ക്കുക. ഇത് മാത്രമാണ് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമ്മൾ ചെയ്തു പോകേണ്ടത്. അപ്പോൾ എനിക്കൊരു -0.3 ഇവിടെ വരും, -0.3 എത്തി. ആ കാൽക്കുലേഷൻ കാണിക്കണമെന്നില്ല, ചിലപ്പോൾ ആ കാൽക്കുലേഷൻ കൺഫ്യൂസിങ് ആയി തോന്നാം. ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോയി അവിടെ ആ വാല്യൂസ് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിരുന്നാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഒരു 2 മീറ്ററിലേക്ക് എന്താണ്, പിന്നെയും ഒരു ലോഡും ഇല്ല, അതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയി. പിന്നെ എന്താണ്, പിന്നെ ഒരു 8 കിലോ ന്യൂട്ടൺ താഴോട്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് എന്താണ്, പിന്നെ 8 കിലോ ന്യൂട്ടൺ താഴോട്ട് നമ്മൾ വരയ്ക്കണം. ആൻഡ് പിന്നെ ഒരു 1 മീറ്ററത്തേക്ക് ഒരു വേരിയേഷനും ഇല്ല, അപ്പോൾ സ്ട്രെയിറ്റ്. പിന്നെ ആ 1 മീറ്റർ കഴിഞ്ഞ് പിന്നെ ഒരു 6 കിലോ ന്യൂട്ടൺ എന്താണ്, താഴോട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ 6 കിലോ ന്യൂട്ടൺ താഴോട്ട് വരച്ചു. ഇനി പിന്നെ എന്താണ്, പിന്നെ ഒരു 1 മീറ്ററിലേക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ പിന്നെ ഒരു 1 മീറ്റർ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ആൻഡ് എൻ്റെ RB എത്തിയപ്പോൾ അവിടെ 14.3 മുകളിലോട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഈ 14.3 മുകളിലോട്ട് വരയ്ക്കണം. എൻ്റെ ഇവിടുത്തെ മൈനസിങ് കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇതെനിക്ക് കറക്റ്റ് 0-ൽ വന്ന് നിൽക്കും. 0-ൽ വന്ന് നിന്നാൽ എൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ശരിയായി. ആക്സിസിന് മുകളിലുള്ളത് പോസിറ്റീവ്, ആക്സിസിന് താഴെ ഉള്ളത് നെഗറ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ബെൻഡിങ് മൊമെൻറ്റ് നമുക്കൊരു രീതിയിൽ ചെയ്യാം. ലൈക്ക് ഈ എക്സും വൈയും ഇട്ട് അത് ഡയറക്റ്റ് എൻ്റെ പോയിന്റ്സ് നോക്കാം. സിംപ്ലി സപ്പോർട്ടഡിൻ്റെ അങ്ങ് സപ്പോർട്ട്സിൽ മൊമെൻറ്റ് 0 ആണ്. അപ്പം എൻ്റെ ഈ പോയിന്റിൽ എന്തായാലും മൊമെൻറ്റ് 0 ആണ്. ആൻഡ് നൗ നെക്സ്റ്റ് ഞാൻ ഈ പോയിന്റ് നോക്കാം. ഞാൻ ഓരോ പോയിന്റ് നെയിം ചെയ്യാം. അപ്പം എന്താണ്, എൻ്റെ പോയിന്റ് എയിൽ മൊമെൻറ്റ് 0 ആണ്, അതാണ് ഇവിടെ MA0. ഇനി നെക്സ്റ്റ് ഞാൻ പോയിന്റിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അറ്റത്ത് ഞാൻ B ആക്കി, C ആക്കി. അപ്പം MB എനിക്ക് 0 ആണ്. ഇനി ഞാൻ MC കണ്ടുപിടിക്കാൻ പോവാണ്. MC അപ്പം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ സിയിൽ കൂടെ ഒരു സെക്ഷൻ വരച്ച് എന്നിട്ട് എൻ്റെ റൈറ്റിലോട്ട് നോക്കി. റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്ന മൊമെൻറ്റ് എന്താ, അറ്റ് സിയിലെ മൊമെൻറ്റ് RA എന്താണ്, 11.7 ഇൻറ്റു 2 ആണ്. അതെന്താണ്, എന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ് 11.7 ഇൻറ്റു 2, ഇത് ക്ലോക്ക് വൈസാണ്. അപ്പോൾ 11.7 ഇൻറ്റു 2
അതാണ് ഇവിടെ ചെയ്ത് 23.7. നെക്സ്റ്റ് എം ഡി കണ്ടുപിടിക്കണം. എനിക്ക് എം ഡി കണ്ടുപിടിക്കാൻ ഞാൻ എൻ്റെ ഈ സെക്ഷൻ ഇറേസ് ചെയ്ത് കളഞ്ഞു, കാരണം കുറേ സെക്ഷൻസ് ക്വസ്റ്റ്യൻ കാരണം നമുക്ക് ഡൗട്ട് തോന്നും. അപ്പം ഞാൻ എൻ്റെ ഇത് എം ഡിയിൽ കൂടെ ഒരു സെക്ഷൻ വരച്ചു, എന്നിട്ട് എന്താണ് അതിനെയും ഇങ്ങോട്ടാണ് നോക്കിയത്. അപ്പം എൻ്റെ എം ഡിയിലെ മൊമെൻ്റ് എന്താ, 11.7 × 4 മൈനസ് എന്താണ്, ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ 12 കാരണമുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം -12 × 2 അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 411.7 -12 × 2. അപ്പം എന്താണ്, എം ഡിക്ക് ഒരു വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റ് എം ഇ നോക്കാം. എം ഇ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഡിയിലെ സെക്ഷൻ മാച്ച് കളയണം. നെക്സ്റ്റ് നമ്മൾ ഇയിലൊരു സെക്ഷൻ വരയ്ക്കാം. ഈസ് ബെറ്റർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് സെക്ഷൻസ് അവിടെ കാണിക്കുക, കാരണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തു എന്ന് മിസ്സിന് മനസ്സിലാവണം. സെക്ഷൻ വരച്ചില്ലെങ്കിൽ സീനില്ല, ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ അവിടെ എഴുതി വെച്ചിരുന്നാലും മതി. ഓക്കെ, എം ഇ ഞാൻ റൈറ്റിലോട്ട് നോക്കി. റൈറ്റിലോട്ട് നോക്കുമ്പോൾ എന്താണ്, 11.7 × 2 + 2 4 4 + 1 5 11.7 × 5 മൈനസ് എന്താണ് ഈ 12 × 3 8 × 1 അതാണ് ഇത് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി എം ഇ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സെക്ഷൻ ഞാൻ റൈറ്റിലോട്ട് നോക്കണമെന്ന് നിർബന്ധമില്ല. സിംപ്ലി സപ്പോർട്ടിന്റെ കേസ് വരുമ്പോൾ എനിക്ക് റൈറ്റിലോട്ടും നോക്കാം ലെഫ്റ്റിലോട്ടും നോക്കാം. ഇപ്പം ഞാൻ ഈ ഇപ്പം കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ ഈ വലിയ ഇക്വേഷനിൽ നിന്ന്, അതേ സെയിം വാല്യൂ തന്നെ ആയിരിക്കും 14.3 × 1 കൊണ്ട് ചെയ്താലും. 14.3 × 1 എന്തുവാ, 14.3 അല്ലേ, സോറി 14, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. യെസ്, കണ്ടോ ഇവിടെ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യും, അപ്പുറത്തെ സൈഡ് കൺസിഡർ ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയതും 14.3 ആണ്. ഞാൻ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്താലും കിട്ടുന്നത് 14.3 ആണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അവിടെ എന്താണ്, ക്ലോക്ക് വൈസ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ആണ്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ക്ലോക്ക് വൈസ് പോസിറ്റീവും ആണ്. സോ സൈൻ കൺവെൻഷനിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. സോ അത് ഓർത്ത് വെക്കാമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എല്ലാം ഈ റൈറ്റ് കൺസിഡർ ചെയ്ത് പോയാലും മതി. ഒരു കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ എല്ലാ പോയിന്റ്സും വാല്യൂസ് കണ്ടുപിടിച്ചു. വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ, ഓയിലും എയിലും ബിയിലും സിയിലും വാല്യൂസ് എല്ലാം പ്ലോട്ട് ചെയ്ത് അതിൽ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു പോയാൽ മതി. കാരണം ഇവിടെ എല്ലാം യു ഡി എൽ അല്ല, കോൺസെൻട്രേറ്റഡ് ലോഡാണ്. കോൺസെൻട്രേറ്റഡ് ലോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ്. അപ്പം ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരു 10 kN 20 kN ആക്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, എൻ്റെ RA RB ഒക്കെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഞാൻ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കണം. ജസ്റ്റ് ലോഡ് മാത്രം നോക്കി വരച്ചു പോയാൽ മതി. ഈ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ ചെയ്യണമെന്നില്ല. അപ്പം എൻ്റെ എയിലെത്തിയപ്പോൾ എന്താണ്, 10 kN ഞാൻ മുകളിലോട്ട് വരച്ചു. 2 മീറ്ററിലേക്ക് ഒരു ചേഞ്ചും ഇല്ല, അപ്പോൾ സ്ട്രെയിറ്റ് ആയി പോയി. പിന്നെ എന്താണ്, താഴോട്ടൊരു 10 kN. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ നേരെ -10 kN ചെയ്തു, അപ്പോൾ 0 വന്നു. 1 മീറ്ററിലേക്ക് പിന്നെ ഒരു ചേഞ്ച് ഇല്ല, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ഇനി അടുത്ത എന്താണ്, പിന്നെ ഒരു 20 kN വന്നു, അത് താഴോട്ടാണ്. അപ്പം ഞാൻ താഴോട്ട് എന്ത് ചെയ്തു, എൻ്റെ 20 kN വരച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 1 മീറ്ററിലേക്ക് ഒരു ചേഞ്ചും ഇല്ല, അപ്പം ഞാൻ എന്ത് ചെയ്തു, 1 മീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. പിന്നെ എന്താണ് വന്നത്, 20 kN നേരെ മുകളിലോട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 20 kN നേരെ മുകളിൽ പോയി, എൻ്റെ 0 വന്നു. 0 വന്നതിൻ്റെ അർത്ഥം എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ശരിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെയും നമ്മൾ ഓരോ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ലൈക്ക് എൻ്റെ മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുന്നത് 0 ആണ്. മൊമെൻറ്റ് അബൌട്ട് സി എന്ന് പറഞ്ഞാൽ എന്താണ്, 10 × 2. ഞാൻ റൈറ്റ് സൈഡ് ആട്ടോ കൺസിഡർ ചെയ്യുന്നത്. 10 × 2 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പം എന്താണ്, 20. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. MC എന്ന് പറയുന്നത് 20. അതുപോലെ ഇനി നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ NDയിലാണ്. അപ്പം ഞാൻ ഈ സെക്ഷൻ ഇവിടെ മാച്ച് കളയാം. അപ്പം ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 10 × 3 - 10 × 1. അതല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്, 10 × 3 - 10 × 1. അപ്പം MDയും കിട്ടി. MB എന്താണ്, സപ്പോർട്ട് റിയാക്ഷൻ ആണ്, സോ 0 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് എൻ്റെ എല്ലാ വാല്യൂസും കിട്ടി. ജസ്റ്റ് വാല്യൂസ് ഇവിടെ എഴുതുക, സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുക, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആയി. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് UDL വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.